ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SCERT 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററി. പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനം അമേരിക്കയുടേതാണ്. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് അമേരിക്കയിലെത്തിയ പ്യൂരിറ്റന്മാരാണ് തീർത്ഥാടക പിതാക്കൾ. പ്യൂരിറ്റന്മാർ വടക്കേ അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിക്കുന്നു. ആദ്യമായി സ്ഥാപിച്ച കോളനിയാണ് മസാച്യുസെറ്റ്സ്. ബാക്കി 12 കോളനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ന്യൂ ഷാംപെയിൻ, ന്യൂ ജേഴ്സി, വെർജീനിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, ന്യൂയോർക്ക്, മേരിലാൻഡ്, ദെലാവയർ, ജോർജിയ, പെൻസിൽവാനിയ, കണക്റ്റിക്കട്ട്, റോഡ് ഐലൻഡ് ാണ് ആ 13 കോളനികൾ. ഇനി ആരാണ് പ്യൂരിറ്റന്മാർ? ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ സഭാവിഭാഗമായിരുന്ന പ്യൂരിറ്റന്മാർ ആരാധനാ കാര്യങ്ങളിൽ യാഥാസ്ഥിതിക നിലപാടുള്ളവരായിരുന്നു. രാജ്യത്തെ ഇതര ക്രിസ്തീയ വിഭാഗങ്ങളുമായി സംഘർഷത്തിലായിരുന്നതിനാൽ അവരിൽ ചിലർ സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറി കോളനികൾ സ്ഥാപിച്ചു. മാതൃരാജ്യത്തിൻ്റെ പിന്തുണയില്ലാതെ അമേരിക്കയിൽ എത്തിച്ചേർന്ന ഇംഗ്ലീഷുകാരെ നിയന്ത്രിക്കുന്നതിനായി ഇംഗ്ലണ്ടിലെ രാജാവ് കോളനികളിൽ ഗവർണർമാരെ നിയമിച്ചു. ഇത് കോളനിക്കാർക്ക് അസംതൃപ്തി ഉളവാക്കുന്നതിന് കാരണമായി. ബ്രിട്ടീഷ് ഗവൺമെൻറ് അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളോടുള്ള എതിർപ്പ് കോളനികൾക്കിടയിൽ ഐക്യബോധം വളരുന്നതിനിടയാക്കി. ഇതിൻ്റെ പരിണിതഫലമായി കോളനിവാസികളുടെ പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ നടത്തിയ സമ്മേളനങ്ങൾ അറിയപ്പെടുന്നതാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് 1774 ജോർജിയ ഒഴികെയുള്ള 12 കോളനികൾ പങ്കെടുത്തു. പരാതികൾ പരിഹരിക്കപ്പെടുന്നതുവരെ ബ്രിട്ടനുമായുള്ള വ്യാപാരം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അത് 1775 നടന്നത്. ബ്രിട്ടീഷ് രാജാവിന് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. അമേരിക്കൻ സൈന്യത്തിൻ്റെ തലവനായി ജോർജ് വാഷിങ്ടനെ നിയമിച്ചു. ബ്രിട്ടനുമായി യുദ്ധം ആരംഭിച്ചു. ഇതെല്ലാം 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സമയത്താണ് നടക്കുന്നത്. 3ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1776 പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആണ്. ഈ 3 സമ്മേളനങ്ങളും നടന്നത് ഫിലാഡൽഫിയയിലാണ്. എന്താണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ? ബ്രിട്ടനുമായുള്ള യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജാവിനോടുള്ള തങ്ങളുടെ വിശ്വസ്തത പ്രഖ്യാപിച്ചുകൊണ്ട് കോളനി നിവാസികൾ നൽകിയ പരാതിയാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. വ്യാപാര കുത്തക ഉറപ്പിക്കുന്നതിനായി ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് സപ്തവത്സര യുദ്ധം. 1756 ആരംഭിച്ചത്. 1763 പാരീസ് സന്ധി പ്രകാരം യുദ്ധം അവസാനിക്കുകയും ചെയ്തു. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു എന്ന് പറഞ്ഞത് ജോൺ ആദംസ് ആണ്. അമേരിക്കൻ ജനതയെ സ്വാധീനിച്ച തത്വചിന്തകരും ആശയങ്ങളും. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ജെയിംസ് ഓട്ടിസ്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണം. തോമസ് പെയിൻ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ജോൺ ലോക്ക്. മെർക്കൻ്റലിസം. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കയിലെ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കൻ്റലിസം. മെർക്കൻ്റലിസ്റ്റ് നിയമം അനുസരിച്ച് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റി അയക്കാവുന്ന ഉൽപ്പന്നങ്ങളായിരുന്നു പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇറക്കുമതി ചുങ്കം നൽകേണ്ട വസ്തുക്കളായിരുന്നു തേയില, ഗ്ലാസ്, കടലാസ്. 1781 യോർക്ക് ടൗണിൽ വെച്ച് കോൺവാലിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യത്തെ ജോർജ് വാഷിങ്ടൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യം ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ പരാജയപ്പെടുത്തി. ബ്രിട്ടൻ 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടിയാണ് 1783 പാരീസ് ഉടമ്പടി. യുദ്ധാനന്തരം കോളനികൾ ചേർന്ന് തയ്യാറാക്കിയ ഭരണഘടനയുടെ ചട്ടക്കൂട് അറിയപ്പെടുന്നത് ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്നാണ്. ഭരണഘടനയ്ക്ക് അനുസൃതമായി അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രഥമ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിങ്ടൺ. ഭരണഘടനയുടെ സവിശേഷതകൾ. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന. ഫെഡറൽ മാതൃകയിലുള്ള ഒരു ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത്. ഇതനുസരിച്ച്
യൂണിയനിൽ ചേരുന്ന ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായ ചില അധികാരങ്ങളുണ്ടായിരുന്നു. വിദേശകാര്യം, യുദ്ധം, അന്തർ സംസ്ഥാന വാണിജ്യം, നാണയം തുടങ്ങിയവയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അധികാരം. കേന്ദ്ര ഗവൺമെൻറ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ 3 ശാഖകളായ കോൺഗ്രസ്, പ്രസിഡന്റ്, കോടതി എന്നിവയുടെ അധികാരങ്ങളെ വേർതിരിച്ചിരുന്നു. വിപ്ലവാനന്തരം അമേരിക്കൻ ഐക്യനാടുകൾ നേരിട്ട ഏറ്റവും സങ്കീർണമായ സംഭവമായിരുന്നു ആഭ്യന്തര യുദ്ധം. സംസ്ഥാനങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന വിവിധ തരത്തിലുള്ള അന്തരങ്ങൾ, അടിമത്തം എന്നിവയായിരുന്നു ആഭ്യന്തര യുദ്ധങ്ങൾക്കുള്ള പ്രധാന കാരണം. വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളും തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളും തമ്മിൽ അനവധി വ്യത്യാസങ്ങളുണ്ടായിരുന്നു. വടക്കേ അമേരിക്കയിൽ വ്യവസായവും വാണിജ്യവുമായിരുന്നു പ്രധാന മേഖല. വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നില്ല. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമായിരുന്നു. എന്നാൽ തെക്കേ അമേരിക്കയിലെ സംസ്ഥാനങ്ങളിൽ കൃഷിയായിരുന്നു പ്രധാന മേഖല. സംഘടിത തോട്ടങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. യൂറോപ്യന്മാർ ആഫ്രിക്കയിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്ക് അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിരുന്നു. വടക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അടിമത്ത വ്യവസ്ഥയെ നിരുത്സാഹപ്പെടുത്തി. അടിമത്തത്തിന് എതിരെയുള്ള ജനവികാരത്തെ ശക്തിപ്പെടുത്തിയ അടിമത്ത വിരുദ്ധ പത്രമാണ് ദി ലിബറേറ്റർ. അടിമത്തത്തിനെതിരെ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകം രചിച്ചത് മിസ്സിസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവാണ്. അടിമത്തം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞയെടുത്ത റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവാണ് എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1860. തെക്കൻ കരോലിനയുടെ നേതൃത്വത്തിൽ 13 സംസ്ഥാനങ്ങൾ യൂണിയനുമായി ബന്ധം അവസാനിപ്പിച്ച് തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സ്ഥാപിച്ച പുതിയ സഖ്യമാണ് കോൺഫെഡറേറ്റ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അമേരിക്കൻ ഐക്യനാടുകളിൽ അടിമകൾക്ക് മോചനം ലഭിക്കത്തക്ക വിധത്തിൽ എബ്രഹാം ലിങ്കൺ പുറപ്പെടുവിച്ച വിളംബരം അറിയപ്പെടുന്നത് വിമോചന വിളംബരം എന്നാണ്. 1863 ജനുവരി 1 വിമോചന വിളംബരം പുറപ്പെടുവിച്ചത്. എബ്രഹാം ലിങ്കണെ വധിച്ച വിഘടനവാദി ജോൺ വിൽക്സ് ബൂത്താണ്. എബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ടത് 1865 ഏപ്രിൽ 15. അടിമത്തം തെറ്റല്ലെങ്കിൽ മറ്റൊന്നും തെറ്റല്ലെന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ. ജനാധിപത്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഭരണം എന്ന് നിർവചിച്ചത് ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലാണ്. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്നു എബ്രഹാം ലിങ്കൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് മൈ ജേർണി ടു ദി ഒഹായോ വാലി, പെൻ പാൽ വിത്ത് മിനി അറൗണ്ട് ദി വേൾഡ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നാണ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം അടുത്തൊരു വീഡിയോയിലായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.